ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റ് തോന്നിവാസം പറയരുത്. സംഗ്രാമധീരമായ മാനസികാവസ്ഥയുടെ പേർ കൂടിയാണ് ഇടതുപക്ഷം. സംഗ്രാമതീരം എന്ന് പറയുമ്പോൾ ഒളിച്ചു വെച്ച വളരെ സീക്രട്ട് ആയിട്ട് കൊണ്ടുനടന്ന ഒരു പ്രണയം എന്നൊക്കെ പിന്നീട് ഞങ്ങളൊക്കെ പല വിധത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? വിശദീകരിച്ച് എന്നെ കുഴപ്പത്തിലാക്കാനല്ലേ? തീപ്പൊരി നേതാക്കൾക്ക് പൊതുവെ കുറെ ആരാധികമാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ എന്റെ ആരാധികമാരുടെ പ്രൈവസി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒറ്റ വാക്കിൽ പറയേണ്ട കാര്യം ഈ 5 വാചകങ്ങളിലേക്ക് വലിച്ചു നീട്ടുന്നത് CPM-മാരുടെ പൊതുവെ ഉള്ളൊരു ശൈലിയാണ്. ഞാൻ 2 സെന്റൻസ് പറഞ്ഞിട്ട് ഈ ഒറ്റ വരിയിലേക്ക് വരാം. എങ്ങനെ ഇരിക്കണം? ഞങ്ങൾ കൊടുത്ത പൈസ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾക്കിട്ട് വച്ചു. പെൻഷൻ വാങ്ങി നശിച്ചതായിരുന്നു. അത് ഞങ്ങളുടെ നിലപാടല്ല, ഇടതുപക്ഷത്തിന്റെ നിലപാടല്ല. നമ്മൾ കോട്ടയത്ത് ഫ എന്നുള്ള അക്ഷരത്തിന് പകരം നമ്മൾ ഭാര്യ. എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? താത്വികമായ അവലോകനം വേറെ, അത് നമുക്ക് വേറെ എടുക്കാം. കേസുകൾ ഇപ്പൊ മഹാത്മാഗാന്ധിക്ക് കേസ് ഉണ്ടായിരുന്നില്ലേ? മഹാത്മാഗാന്ധി കോളേജ് അടിച്ചു പൊട്ടിച്ച കേസിലല്ല പോയത്. പുതുപ്പള്ളിയിലേക്ക് ഇറക്കിയൊരു നേർച്ചക്കോഴിയാണ്. അങ്ങനെ പറയാൻ ഉള്ള അസാധാരണമായ ഒരു ഉളുപ്പില്ലായ്മ ഉള്ളയാളല്ല ബഹുമാനീയനായ രമേശ് ചെന്നിത്തല. കുടുംബാധിപത്യവും അല്ലെങ്കിൽ തറവാട്ട് മഹിമയും മുത്തശ്ശന്മാർ കാരണവന്മാർ വഴിയുള്ള തായ് വഴി ബന്ധവും പറഞ്ഞിട്ടല്ല, നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്തപ്പോൾ പുതുപ്പള്ളിയിൽ കോൺഗ്രസിന് അനിതര സാധാരണ ഭൂരിപക്ഷമുള്ള സ്ഥലത്തെ ജനവിധി ഇതായിരുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കൊല്ലപ്പരീക്ഷ എത്താറായി സുരാവേ, കൊല്ലം മുഴുക്ക ജയിലിനാണോ? ഇത് ജയിക്കിനെ കുറിച്ചാണ് ഈ പാട്ട്. അതിന് ആപ്റ്റായ ഒരാൾ ജയിക്കാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.